ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ലക്നൗ സൂപ്പർ ജയൻസ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. ഈ രണ്ട് ടീമുകളുടെയും ഈ സീസൺ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമാനതകൾ കാണാൻ സാധിക്കും. പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മുംബൈ 5-മതും ലക്നൗ 6-മതുമാണ്. രണ്ട് ടീമുകൾക്കും 3 കളികളിൽ ഒരെണ്ണം മാത്രമേ ജയിക്കാനായിട്ടുള്ളൂ. അവർ നേരിടുന്ന വെല്ലുവിളികൾക്കും സമാനതകളുണ്ട്. നമുക്കാദ്യം ഹോം ടീമായ ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് പോവാം. അവരുടെ ആദ്യ മത്സരം ഡൽഹി ക്യാപിറ്റൽസിനെതിരെയായിരുന്നു. ആ കളി അവർ ഏകദേശം വിജയിച്ചു എന്ന് തന്നെ ഉറപ്പിച്ചതാണ്. പക്ഷെ അവസാന നിമിഷം ഒരു മികച്ച ഇന്നിംഗ്സിലൂടെ അശുതോഷ് ശർമ്മ ആ വിജയം അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. രണ്ടാമത്തേത് അവർക്കൊരു എവേ മത്സരമായിരുന്നു, ഹൈദരാബാദിൽ വെച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ. SRH ആണെങ്കിൽ ആദ്യ മത്സരം രാജസ്ഥാൻ റോയൽസിനെതിരെ 286 റൺസ് അടിച്ചിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഈ സീസണിലെ LSGയുടെ ബോളിംഗ് ലൈനപ്പ് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും. അവരുടെ ബോളിംഗ് ലൈനപ്പ് എന്ന് പറയുന്നത് ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. പരിക്ക് മൂലം അവരുടെ ബോളിംഗ് ലൈനപ്പിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് മൊഹസിൻ ഖാൻ റൂൾഡ് ഔട്ട് ആയി, അതുപോലെ അവർ നിലനിർത്തിയ മയങ്ക് യാദവ് ഇതേവരെ ടീമിൽ ജോയിൻ ചെയ്തിട്ടില്ല, അതുപോലെ ആകാശ് ദീപ്, ആവേശ് ഖാൻ, അങ്ങനെ ഇഞ്ചുറി ഇഷ്യൂസ് കൊണ്ട് വലഞ്ഞൊരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ലക്നൌവിൻ്റേത്. അങ്ങനെയാണ് അവസാനം മൊഹസിൻ ഖാന് പകരം നമ്മുടെ ഷർദുൽ താക്കൂർ ടീമിലെത്തുന്നത്. അപ്പോൾ ഷർദുൽ താക്കൂർ മാത്രമാണ് അവരുടെ ടീമിൽ അല്പം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ബോളിംഗ് ലൈനപ്പിനെതിരെ SRH അതും 286 റൺസൊക്കെ എടുത്ത് ആ റെഡ് ഹോട്ട് ഫോമിൽ വരുമ്പോൾ എല്ലാവരും അവർ 300 അടിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കൃത്യമായ പ്ലാനിങ്ങിലൂടെ, കൃത്യമായ എക്സിക്യൂഷനിലൂടെ അവർ സൺറൈസേഴ്സിനെ തടഞ്ഞു നിർത്തി 200-ന് താഴെ ഒതുക്കുകയും ചെയ്തു. അത് സത്യം പറഞ്ഞ SRHനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനൊരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. ഷർദുൽ താക്കൂർ ആ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചുമായി. ഈ രണ്ട് മത്സരങ്ങളിലും ഇവരുടെ ബാറ്റിംഗ് നോക്കിയാൽ കുറച്ച് പ്ലസ് പോയിന്റ്സും ഉണ്ട്, കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. അതിൽ പ്ലസ് മിച്ചൽ മാർഷിന്റെയും നിക്കോളാസ് പൂറാന്റെയും ബാറ്റിംഗ് ആയിരുന്നു. ആദ്യ രണ്ട് മത്സരങ്ങളിലും ഇരുവരും അർദ്ധ സെഞ്ചുറി നേടി. അതിൽ നിക്കോളാസ് പൂറാന്റെ ബാറ്റിംഗ് എന്ന് പറയുമ്പോൾ ഹൈലി എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ആയിരുന്നു. അതായത് രണ്ട് ഇന്നിംഗ്സിലും 250+ സ്ട്രൈക്ക് റേറ്റിലാണ് നിക്കോളാസ് പൂറാൻ സ്കോർ ചെയ്തത്. അപ്പോൾ അവരുടെ ബാറ്റിങ്ങിന്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് തന്നെയായിരുന്നു. അപ്പോൾ രണ്ടാം മത്സരം SRHനെതിരെ പെട്ടെന്ന് ക്ലോസ് ഔട്ട് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്തും ഈ ഒരു ബാറ്റിംഗ് തന്നെയാണ്. പക്ഷേ ഈ രണ്ട് മത്സരത്തിലൊപ്പം ബാറ്റിംഗിലെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഋഷഭ് പന്തിന്റെ ഫോം ആയിരുന്നു. ഋഷഭ് പന്തിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യ മത്സരം ഡക്കിന് പോയി. രണ്ടാമത്തെ മത്സരത്തിൽ 15 പന്തുകളിൽ നിന്നാണ് 15 റൺസ് എടുക്കാൻ ഋഷഭ് പന്തിന് കഴിഞ്ഞത്. 27 കോടിയൊക്കെ കൊടുത്തൊരു പ്ലെയറിനെ എടുക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി നല്ല പെർഫോമൻസ് പ്രതീക്ഷിക്കും. അത് മാത്രമല്ല, ഋഷഭ് പന്ത് ക്യാപ്റ്റനോടാണ്. അപ്പോൾ ഒരു ക്യാപ്റ്റൻ ഇന്നിംഗ്സ് ഋഷഭ് പന്തിൽ നിന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് മൂന്നാമത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ അത് പഞ്ചാബിനെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിലെ മത്സരമാണ്, ഏകനാ സ്റ്റേഡിയത്തിൽ. ഏകനാ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഗ്രൗണ്ടുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബോളിങ്ങിന് ഒരു ഹെൽപ്പ് നൽകുന്ന, അതായത് ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ബിറ്റ്വീൻ ബാറ്റ് ആൻഡ് ബോൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പിച്ചാണ്. അപ്പോൾ അവിടുത്തെ ഒരു ആവറേജ് സ്കോറൊക്കെ വളരെ കുറവാണ് ബാക്കിയുള്ള വെന്യൂവിൽ കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഞാൻ കുറവാണെന്ന് പറയുമ്പോൾ അതൊരു എന്താണ്, ബാറ്റിങ്ങിന് ഒട്ടും തുണയ്ക്കാത്ത, അത് സ്ട്രോക്ക് മേക്കിങ്ങിന് ഒട്ടും പറ്റാത്ത പിച്ചെന്ന് അർത്ഥമില്ല. പക്ഷെ അത് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗ്രൗണ്ടുകളിൽ ഇങ്ങനെ റൺ ഒഴുകുന്നത് കൊണ്ടാണ്. അപ്പം നേരത്തെ എന്നൊക്കെ പറഞ്ഞ ഒരു 200 എന്ന് പറയുന്നത് ഒരു മാച്ച് വിന്നിംഗ് ടോട്ടലായിരുന്നു. ഇപ്പോൾ പക്ഷെ അത് മാറി. ഇപ്പോൾ 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാച്ച് വിന്നിംഗ്, എല്ലാ ഗ്രൗണ്ടിലും മാച്ച് വിന്നിംഗ് ടോട്ടലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ബാംഗ്ലൂരിലാണ്, ചിന്നസ്വാമിയിലാണ് ഏറ്റവും കൂടുതൽ റൺ ഒഴുകുന്നത്. പക്ഷെ പിന്നെ നമ്മുടെ മുംബൈ, വാങ്കഡെ, നമ്മുടെ കൊൽക്കത്ത, പക്ഷെ അവിടെയൊക്കെ അത്രയും ഇല്ലെങ്കിൽ പോലും 200 അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80% ഒരു ഷുവർട്ടി ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലത്ത് നോക്കി കഴിഞ്ഞാൽ 200 അടിച്ചാലും ഒരു ഷുവർട്ടി ഇല്ല. കാരണം ബാറ്റേഴ്സ്, ഇപ്പോൾ യങ് ബാറ്റേഴ്സ് ആയാലും എല്ലാവരും ഫിയർലെസ് അപ്രോച്ചാണ്. വന്ന് അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ബാറ്റേഴ്സ് എല്ലാം ക്രീസിൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്കോറുകൾ പിറക്കുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് നമ്മുടെ ഏകനാ പിച്ച് അത്രയും ഒരു ലോ സ്കോറിംഗ് ഗ്രൗണ്ട് ആണെന്ന് പറയാൻ കാരണം. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിലേക്ക് വന്നപ്പോൾ യൂസ് ചെയ്തൊരു റെഡ് സോയിൽ പിച്ചാണ്. അപ്പോൾ ആദ്യം ബാറ്റ് ചെയ്തത് നമ്മുടെ LSG ആണ്. തുടക്കത്തിൽ തന്നെ മിച്ചൽ മാർഷിനെ നഷ്ടമായി, ഗോൾഡൻ ഡക്കിന് നഷ്ടമായി. പിന്നെ നല്ലൊരു ഇന്നിംഗ്സ് കളിച്ചത് നിക്കോളാസ് പൂറാൻ നല്ലൊരു ഇന്നിംഗ്സ് ആണ് കളിച്ചത്. അപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട്, അപ്പോൾ ആദ്യത്തെ 2 കളി കളിച്ച ആ ഒരു രീതിയിലല്ല നിക്കോളാസ് പൂറാൻ ഈ മത്സരം കളിച്ചത്. ആദ്യത്തെ 2 മത്സരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 250+ സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത്. ഇവിടെ തുടക്കം കുറച്ച് ടൈം എടുത്തു, ഒന്ന് പിച്ചുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുത്തു. എന്നിട്ടാണ് പിന്നെ അറ്റാക്ക് ചെയ്തു തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ അബ്ദുൾ സമദ് ഒരു ഫിനിഷിംഗ് ടച്ച് കൊടുത്തു. ആയുഷ് ബെദോണിയും ഒരു കുഴപ്പമില്ലാത്ത ഒരു ഇന്നിംഗ്സ് കളിച്ചു. അങ്ങനെ ഒരു 171 റൺസ് അവർ നേടി. അപ്പോൾ ആ പിച്ചിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു പാർ സ്കോർ തന്നെയായിരുന്നു. ഏകനാ സ്റ്റേഡിയത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ അതൊരു പാർ സ്കോർ തന്നെ ആയിരുന്നു. പക്ഷെ പഞ്ചാബ് അവരുടെ അപ്രോച്ച് കൊണ്ട് ഇവരെ തകർത്ത് കളഞ്ഞു. അതായത് ഇവര് ആ 20 ഓവറിൽ നേടിയ ആ സ്കോർ എന്ന് പറയുന്നത് വളരെ അനായാസമാണ്. പ്രഭ്സിമ്രാൻ സിംഗ് തുടക്കത്തിൽ തന്നെ അടിച്ച് കളിച്ചിട്ട് ഭയങ്കര അറ്റാക്കിംഗ് മോഡിലായിരുന്നു പ്രഭ്സിമ്രാൻ. അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയാൻഷ് ആര്യ ഔട്ടായതിനു ശേഷം വന്ന ശ്രേയസ് അയ്യരും അതേ രീതിയിൽ തന്നെ കളിച്ചു. അത് കഴിഞ്ഞ് പ്രഭ്സിമ്രാൻ ഔട്ടായപ്പോൾ വന്നത് നെഹൽ വധേരയാണ്. വധേരയും ഒരേ അടി, അതായത് ആ ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിൽ തന്നെ കളിച്ചപ്പോൾ ഈ ഒരു സ്കോർ അവർ പെട്ടെന്ന് ചേസ് ചെയ്തു. ഇപ്പോൾ 171 പറഞ്ഞപ്പോൾ ഏകനാ സ്റ്റേഡിയത്തിലായതുകൊണ്ട് അതൊന്ന് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കാമെന്നൊരു
പ്ലാൻ, അതായത് ഒരു കോമ്പറ്റീറ്റീവ് ടോട്ടലാണെന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസം തെറ്റാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ തെളിഞ്ഞു. ഇപ്പോൾ പിച്ചുകളെ പറ്റിയൊക്കെ വിവാദം ഉണ്ടാകുന്ന സമയമാണ്, പ്രത്യേകിച്ച് കൊൽക്കത്തയുടെ ഈഡൻ ഗാർഡൻസിന്റെ കാര്യത്തിലുണ്ടായി. അപ്പോൾ ഇതുപോലെ തന്നെ ഈ മത്സരത്തിന് ശേഷം സഹീർ ഖാനും അതിനെതിരെ പറഞ്ഞു. അതായത് ഈ റെഡ് സോയിൽ പിച്ച് എന്ന് പറയുന്നത് തങ്ങളെ തുണയ്ക്കുന്ന പിച്ചല്ല, ഇതിപ്പോൾ പഞ്ചാബിന് വേണ്ടി ഉണ്ടാക്കിയ പിച്ചാണെന്ന് തോന്നിപ്പോയി എന്നൊക്കെ സഹീർ ഖാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ വിവാദങ്ങളും ഉണ്ടായി. അപ്പോൾ ആ മത്സരം ഒരു ഡൊമിനേറ്റിംഗ് ആയുള്ള രീതിയിലാണ് പഞ്ചാബ് വിജയിച്ചത്. ഇപ്പം ആദ്യത്തെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ കഷ്ടിച്ചാണ് LSG തോറ്റത്. രണ്ടാമത്തെ മത്സരം മികച്ച രീതിയിൽ ജയിച്ചു. പക്ഷെ മൂന്നാമത്തെ മത്സരം നല്ല ഡോമിനേറ്റിംഗ് ആയിട്ട് തന്നെ പരാജയപ്പെട്ടു. കാരണം എല്ലാ മേഖലയിലും പഞ്ചാബ് അവരെ ഡോമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് മുംബൈ ഇന്ത്യൻസിലേക്ക് വന്നാൽ ആദ്യത്തെ മത്സരം അവരുടെ ചിരവൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ചെപ്പോക്കിൽ വെച്ചായിരുന്നു. അപ്പോൾ അവർക്ക് വലിയൊരു ടോട്ടൽ നേടാൻ കഴിഞ്ഞില്ല. അവരൊരു 155 റൺസ് മാത്രമാണ് എടുത്തത്. പക്ഷേ പിന്നെ ഒരു ചെന്നൈ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ ഗെയ്ക്വാദ് നല്ല അറ്റാക്കിംഗ് മോഡിലാണ് കളിച്ചത്. അപ്പോൾ കളി അവരുടെ കൈവിട്ട് പോയി. അതായത് ആ പവർ പ്ലേ തന്നെ കളി അവരുടെ കൈവിട്ട് പോയി. പിന്നെ അവർ പെട്ടെന്ന്, അതായത് ചെന്നൈ ഒരു 14-15 ഓവറിലൊക്കെ ജയിക്കുമെന്ന് തോന്നി, കാരണം ആ ഗെയ്ക്വാദൊക്കെ ബാറ്റ് ചെയ്ത് നിന്നപ്പോൾ. അപ്പോൾ അവിടെയാണ് ഇവരുടെ രക്ഷകനായിട്ട് വിഘ്നേഷ് പുത്തൂർ വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും മുംബൈയുടെ സ്കൗട്ടിംഗ് നെറ്റ്വർക്കിന്റെ മികവിനെ പറ്റി എടുത്തെടുത്ത് പറയാറുണ്ട്. അപ്പോൾ അതിനൊരു മികച്ച ഉദാഹരണമായിട്ട് മാറി വിഘ്നേഷ് പുത്തൂർ. കാരണം കേരള സീനിയർ ടീമിൽ കളിച്ചിട്ടുള്ള താരമല്ല. അപ്പോൾ അവർ നമ്മുടെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ കേരള പ്രീമിയർ ലീഗിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് അവർ പിന്നെ നമ്മുടെ SI T20 അവിടെ നമ്മുടെ MI കേപ്പ് ടൗണിന് വേണ്ടി പോയപ്പോൾ അവിടെ നെറ്റ് ബോളറായിട്ട് കൊണ്ടുപോയി. പിന്നെ നമ്മുടെ ലേലത്തിലെടുത്താണ് വിഘ്നേഷ് പുത്തൂർ കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പം വിഘ്നേഷ് മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. അപ്പോൾ ആ ഹൈ ഫ്ലൈങ് രീതി പോയിക്കൊണ്ടിരിക്കുന്ന ഗെയ്ക്വാദിന്റെ വിക്കറ്റ് എടുത്തു. അതുപോലെ അവരുടെ പ്രൂവൻ സിക്സ് ഹിറ്ററായ ശിവം ദുബെയുടെ വിക്കറ്റ് എടുത്തു, ദീപക് ഹൂഡയുടെ വിക്കറ്റ് എടുത്തു. അങ്ങനെ അവരെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഒടുവിൽ 20ാം ഓവറിലാണ് നമ്മുടെ ചെന്നൈ ജയിച്ചത്. അതായത് 20ാം ഓവറിലെ ആദ്യ പന്തിലാണ് ചെന്നൈ ജയിച്ചത്. അപ്പോൾ ഒരു വലിയൊരു ഡിഫീറ്റിൽ നിന്ന് അവരെ ഒരുവിധം കരകയറ്റാൻ നമ്മുടെ വിഘ്നേഷ് പുത്തൂരിനായി. പിന്നെ രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസുമായിട്ടാണ് കളിച്ചത്. അഹമ്മദാബാദിൽ വെച്ചായിരുന്നു മത്സരം. അപ്പോൾ അതൊരു ബ്ലാക്ക് സോയിൽ പിച്ചായിരുന്നു. അപ്പോൾ ഗുജറാത്ത് ഒരു 196 റൺസ് എടുത്തു. പക്ഷെ പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ അവരുടെ ആ മത്സരത്തിൽ ഒരു ടീം സ്ട്രാറ്റജിയിൽ, അതായത് ടീമിനെ ചൂസ് ചെയ്ത രീതിയിലൊക്കെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അതായത് ആദ്യത്തെ മത്സരത്തിൽ കളിച്ച വിൽ ജാക്സനെ വിഘ്നേഷ് പുത്തൂരിനെ അവരെടുത്തില്ല. ആദ്യത്തെ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ ഇല്ലായിരുന്നു എന്നുകൂടെ ഓർക്കണം. അപ്പോൾ ഹാർദിക് പാണ്ഡ്യ വരുമ്പോൾ ടീം ഒന്നുകൂടെ സ്ട്രോങ് ആവേണ്ടതായിരുന്നു. പക്ഷേ ഹാർദിക് പാണ്ഡ്യ തിരികെ വന്നപ്പോൾ വിൽ ജാക്സനെയും വിഘ്നേഷ് പുത്തൂരിനെ ഒഴിവാക്കി പകരം മുജീബിനെ കൊണ്ടുവന്നു. പക്ഷേ ആ ഒരു പ്ലാൻ പാളിപ്പോയി. അത് മാത്രമല്ല, സൂര്യകുമാർ യാദവ് ഒരു സൈഡ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഞ്ചാമനായിട്ട് ഹാർദിക് പാണ്ഡ്യ ഇറങ്ങേണ്ടതിന് പകരം അവർ യുവതാരമായ റോബിൻ മിൻസിനെയാണ് വിട്ടത്. അപ്പോൾ ആ ഒരു മൂവ് സക്സസ്ഫുൾ ആയില്ല. അത് കഴിഞ്ഞ് വന്ന ഹാർദിക് പാണ്ഡ്യയ്ക്കും ആ ഒരു അറ്റാക്ക് ചെയ്ത് കളിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴത്തേനും ഒരു 36 റൺസിന്റെ ഒരു വലിയ തോൽവിയാണ് നമ്മുടെ മുംബൈ GTക്കെതിരെ ഏറ്റുവാങ്ങിയത്. അപ്പോൾ അതിനുശേഷം മൂന്നാമത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ആദ്യത്തെ 2 അവേ മത്സരങ്ങളായിരുന്നു. പിന്നീട് നമ്മുടെ വാങ്കഡയിലേക്ക് വന്നപ്പോൾ ഇവർ ഡോമിനേറ്റ് ചെയ്തു. അതായത് കൊൽക്കത്തക്കെതിരെയായിരുന്നു, അതായത് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തക്കെതിരെയായിരുന്നു മത്സരം. ആ മത്സരം ഇവർ ഡോമിനേറ്റ് ചെയ്തു. 116 ഓൾ ഔട്ട് ആക്കുകയും ചെയ്തു. 12.5 ഓവറിൽ ഇവർ വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ വിജയിച്ചപ്പോൾ റിക്കിൾട്ടൺ നല്ല രീതിയിൽ കളിച്ചു, സൂര്യകുമാർ യാദവ് നല്ല രീതിയിൽ കളിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് പോസിറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ വിഘ്നേഷ് പുത്തൂരിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഈ മത്സരത്തിൽ അശ്വിനി കുമാർ. പഞ്ചാബിലെ മൊഹാലിയിൽ നിന്നുള്ള താരമാണ്. അപ്പം ഈ സ്റ്റേറ്റ് ലെവലിൽ നിന്നും അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്ലെയറാണ്. ലെഫ്റ്റ് ആം ഫാസ്റ്റ് മീഡിയം ബോളറാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയറിനെ അവർ പിക്ക് ചെയ്തു. ഇവിടെയും ആ സ്കൗട്ടിംഗ് നെറ്റ്വർക്കിനെ നമ്മൾ പ്രൈസ് ചെയ്യണം. അപ്പോൾ പിക്ക് ചെയ്തു. പുള്ളി 4 വിക്കറ്റ് വീഴ്ത്തി നമ്മുടെ KKRന്റെ ബാക്ക് ബോൺ തകർത്ത് കളഞ്ഞു. അങ്ങനെ അവർ ഡോമിനേറ്റിംഗ് ആയിട്ട് ജയിച്ചു. അപ്പം ഈ 3 മത്സരങ്ങളും അങ്ങനെ അവർക്ക് കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്. അതായത് അവസാന മത്സരത്തിൽ റിക്കിൾട്ടൺ ഫോമായി, സൂര്യകുമാർ യാദവ് പതുക്കെ ഫോമിലേക്ക് എത്തുന്നു. ഹാർദിക് പാണ്ഡ്യ വന്നപ്പോഴത്തേന് ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗിൽ അത്രയും കൂടി ശോഭിച്ചില്ലെങ്കിലും ബോളിംഗിൽ നല്ല രീതിയിൽ എറിയുന്നു. അതുപോലെ 2 യങ് സെൻസേഷൻ ഉണ്ട്, അതായത് വിഘ്നേഷ് പുത്തൂർ, അശ്വിനി കുമാർ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറേയേറെ പോസിറ്റീവ് ഉണ്ട്. ബോളിംഗ് സൈഡിലാണെങ്കിൽ ഇപ്പോൾ ഈ IPL അതിന് ഏറ്റവും മികച്ച ബോളിംഗ് പെർഫോമൻസ് എടുത്തിട്ടുള്ള ടീമാണ് നമ്മുടെ മുംബൈ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്ട്രൈക്ക് റേറ്റ് നോക്കിയാലും ഇക്കോണമി നോക്കിയാലും ഒക്കെ ആ ടോപ്പ് 3 ടീംസിനുള്ളിൽ തന്നെ നമ്മുടെ മുംബൈ വരും. അതായത് ഈ ബോളിങ്ങിന്റെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ. പക്ഷേ ഇവരുടെ ടീമിന്റെ പ്രധാന പ്രശ്നമായിട്ട് രോഹിത് ശർമ്മയുടെ ഫോമാണ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞപ്പോൾ ഋഷഭ് പന്തിന്റെ കാര്യം പറഞ്ഞു, LSGയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ രോഹിത് ശർമ്മയുടെ ഫോമാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ വറിയിങ് ഫാക്ടർ. അപ്പോൾ കാര്യമായിട്ടൊരു നല്ല പെർഫോമൻസ് നടത്താൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞില്ല. 3 മത്സരങ്ങളിൽ നിന്ന് ഏകദേശം 21 റൺസ് മാത്രമേ രോഹിത് ശർമ്മ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി നൽകുന്ന ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് ഉണ്ടല്ലോ. അപ്പം രോഹിത് ശർമ്മ എന്ന് വെച്ചാൽ പണ്ടത്തെ രീതിയിലല്ല, പുള്ളി ഒരു റീഇൻവെന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റീസെന്റ് ടൈംസിൽ. അപ്പോൾ നമുക്ക് ഇന്ത്യയായിട്ടുള്ള മത്സരം നോക്കിയാൽ അറിയാം, പുള്ളി ലോങ് ഇന്നിങ്സ് കളിക്കുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് കളിക്കാനാണ് പുള്ളി ട്രൈ ചെയ്യുന്നത്. അത് ഇന്ത്യൻ ടീമിൽ സക്സസ്ഫുൾ ആണ്, പക്ഷേ നമ്മുടെ IPL വരുമ്പോൾ സക്സസ്ഫുൾ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം 3 കളികളിൽ നിന്ന് 21 റൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഋഷഭ് പന്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഏകദേശം സിമിലർ ആണ് ഇവരുടെ രണ്ടുപേരുടെ അവസ്ഥ. ഒരാൾക്ക് പക്ഷേ 27 കോടിയുടെ പ്രൈസ് ടാഗ് കൊണ്ട് ക്യാപ്റ്റനാണ്. പക്ഷെ ഇവിടെ രോഹിത് ശർമ്മയെ പോലൊരു സീനിയർ ബാറ്ററിൽ നിന്ന് മുംബൈ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇവരുടെ പ്രശ്നങ്ങൾക്ക് ചില സിമിലാരിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മുടെ പോയിന്റ് ടേബിളിലെ പൊസിഷൻ നോക്കിയാലും ഇവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നോക്കിയാലും ചില സിമിലാരിറ്റീസ് ഉണ്ട്. ഇനി ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിരിക്കും ഇരു ടീമുകളും ശ്രമിക്കുക. ഇപ്പം ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ
മുംബൈക്ക് തീർച്ചയായിട്ടും മുൻതൂക്കമുണ്ട്. ഇപ്പം ജസ്പ്രീത് ബുംറ ഇല്ലെന്നൊരു കുറവ് മാത്രമേ മുംബൈയുടെ ബോളിംഗ് യൂണിറ്റിലുള്ളൂ. ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പണിംഗ് ബോളേഴ്സായിട്ട് ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹാർ ഉണ്ട്, അതുപോലെ സാനർ ഉണ്ട്, വിഘ്നേഷ് പുത്തൂർ ഉണ്ട്, അശ്വിനി കുമാർ ഉണ്ട്. പിന്നെ വിൽ ജാക്സ് വേണം, ഇപ്പം ടീമിലുണ്ടെങ്കിൽ വിൽ ജാക്സിന് ബോൾ ചെയ്യാൻ സാധിക്കും, ഓഫ് സ്പിൻ പാർട്ട് ടൈം ഓഫ് സ്പിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ബോളിംഗ് യൂണിറ്റ് സോർട്ടഡ് ആണ്. ബാറ്റിംഗിൽ ഇപ്പം പറഞ്ഞ പോലെ രോഹിത് ശർമ്മയുടെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. റിക്കിൾട്ടൺ ഫോമിലല്ലായിരുന്നു, പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ മികച്ചൊരു ഇന്നിംഗ്സ് ആണ് റിക്കിൾട്ടൺ കളിച്ചത്. സൂര്യകുമാർ യാദവും നല്ല ടച്ചിലല്ലായിരുന്നു. സൂര്യകുമാർ യാദവും പതുക്കെ ഫോമിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുംബൈയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. രോഹിത് ശർമ്മയുടെ ഫോമാണ് പ്രധാന കൺസേൺ ആയിട്ട് വരുന്നത്. പ്രെഡിക്റ്റഡ് പ്ലേയിങ് ടൂൾ നോക്കിയാലും വലിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയില്ല. ഇവിടെ ചിലപ്പോൾ ഒരു ചാൻസ് അവർ എടുക്കാൻ സാധ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ പിച്ച് ഞാൻ പറഞ്ഞു, സഹീർ ഖാൻ മറ്റേ നമ്മുടെ പഞ്ചാബായിട്ടുള്ള മത്സരങ്ങൾക്ക് ശേഷം ആ പിച്ചിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞു. ഒരു റെഡ് സോയിൽ പിച്ച് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ബ്ലാക്ക് സോയിൽ പിച്ച് ആയിരിക്കും അവർ മിക്കവാറും യൂസ് ചെയ്യുക. ബ്ലാക്ക് സോയിൽ പിച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പിന്നെ പിന്തുണയ്ക്കുന്ന പിച്ചാണ്. അപ്പോൾ ഇനി ഒരു എക്സ്ട്രാ സ്പിന്നറോടെ വേണം എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വിൽ ജാക്സിന് പകരം മുജീബിനെ ട്രൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് സോയിൽ പിച്ചാണ്. അപ്പോൾ ഓൾറെഡി സാനർ നല്ല സ്പിന്നറാണ്, അതുപോലെ വിഘ്നേഷ് പുത്തൂർ ഉണ്ട്. വിൽ ജാക്സിന് ഒരു പാർട്ട് ടൈം ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെ മതിയെങ്കിൽ ടീമിൽ ചേഞ്ചസ് കാണില്ല. അല്ല ഇനി ഒരു റെഗുലർ സ്പിന്നർ തന്നെ വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നമുക്ക് വിൽ ജാക്സിന് പകരം മുജീബിനെ അവർ ട്രൈ ചെയ്യും. അത് മാത്രമേ നമ്മുടെ മുംബൈ നിരയിൽ ഒരു ചേഞ്ച് ആയിട്ട് കാണുന്നുള്ളൂ. ഇനി ലക്നൌവിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ലക്നൌവിന് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു പ്രശ്നങ്ങളുണ്ട്. അതായത് അവർ റീറ്റെയിൻ ചെയ്ത അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ് രവി ബിഷ്ണോയ്. ബിഷ്ണോയുടെ കാര്യം പറഞ്ഞാൽ ബിഷ്ണോയ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ മിഡിൽ ഓവേഴ്സിൽ, ഇപ്പോൾ സ്പിന്നേഴ്സിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയാറുണ്ട്, മിഡിൽ ഓവേഴ്സിൽ ഗെയിം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ സ്പിന്നേഴ്സിൻ്റെ പ്രധാന ജോലി എന്നുള്ളത്. അപ്പോൾ അവർ ആ ഒരു മിഡിൽ ഓവേഴ്സിലും എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞാൽ ആ ടീമിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. പക്ഷേ ഇവിടെ ബിഷ്ണോയുടെ കാര്യം പറഞ്ഞാൽ ബിഷ്ണോയെ അവർ റീറ്റെയിൻ ചെയ്തതാണ്. പക്ഷേ ബിഷ്ണോയ് മിഡിൽ ഓവേഴ്സിൽ പോകുന്നത് 12 മുകളിലാണ് ഇക്കോണമി. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ബാക്കി ഉള്ള ബോളേഴ്സ് എല്ലാം മിഡിൽ ഓവേഴ്സിൽ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബിഷ്ണോയ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബിഷ്ണോയുടെ ഇക്കോണമി റേറ്റിന്റെ ഇമ്പാക്ട്, ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത് മറ്റൊരു കണക്ക് നമ്മൾ നോക്കുമ്പോഴാണ്. ബിഷ്ണോയുടെ ഇക്കോണമി റേറ്റ് എന്ന് പറയുന്നത് 12.54 അതായത് ഈ മിഡിൽ ഓവേഴ്സിൽ. അതിൽ സെക്കൻഡ് ഹയസ്റ്റ് വരുന്നത് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് രവീന്ദ്ര ജഡേജയാണ്. അപ്പോൾ ജഡേജയുടേത് വെറും 8.32. ഒന്ന് ആ ഒരു ഡിഫറൻസ് നോക്കണം. രവി ബിഷ്ണോയ് മിഡിൽ ഓവേഴ്സിൽ 12.5 വെച്ച് വിട്ടുകൊടുക്കുമ്പോൾ രണ്ടാമത് ഏറ്റവും കൂടുതൽ വിട്ടുകൊടുക്കുന്ന ആൾ, അതായത് ജഡേജ വിട്ടുകൊടുക്കുന്നത് 8.3 ആണ്. ആ ഒരു 4 റൺസിന്റെ വ്യത്യാസം ഉണ്ടോ പെർ ഓവറിൽ. അപ്പോൾ അത്രയും ഡിഫറൻസ് ആ ടോപ്പ് 2-ൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രവി ബിഷ്ണോയിൽ നിന്ന് അവർ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവർ ട്രസ്റ്റ് ചെയ്ത് അവരുടെ പ്രീമിയം ലെഗ് സ്പിന്നറാണ് ബിഷ്ണോയ്. ബിഷ്ണോയ്ക്ക് കളി നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു ബൗളിംഗ് യൂണിറ്റ് ഇൻഎക്സ്പീരിയൻസ് ആയി അവർ ഉദ്ദേശിച്ചിരുന്ന പ്ലേയേഴ്സ് എല്ലാം ഇഞ്ചുറി ആയിട്ട് പോയി. അങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ബിഷ്ണോയിൽ നിന്ന് സാധാരണ അവർ കിട്ടുന്നതിലും കൂടുതൽ ഔട്ട്പുട്ടാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് പ്രൊവൈഡ് ചെയ്യാൻ ബിഷ്ണോയ്ക്ക് കഴിയുന്നില്ല. അപ്പോൾ ബിഷ്ണോയുടെ ഫോം നിർണായകമാണ്. ഇനി അവരുടെ ടീമിലേക്ക് വരുമ്പോൾ ആകാശ് ദീപ് ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ട്. മയങ്കിൻ്റെ കാര്യം ഇപ്പോഴും അറിയില്ല. ആകാശ് ദീപ് റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ ആകാശ് ദീപ് ഫുള്ളി ഫിറ്റ് ആണ്. അതായത് ഈ മാച്ചിന് ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ ആകാശ് ദീപ് ടീമിലേക്ക് വരും. വരുന്നത് മിക്കവാറും ആവേശ് ഖാന് പകരമായിരിക്കും. ആവേശ് ഖാൻ നല്ല എക്സ്പെൻസീവ് ആണ്. ആവേശ് ഖാൻ അറൗണ്ട് 10 to 11, 10-11 ആ റേഞ്ചിലാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ ആവേശ് ഖാൻ ബോൾ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആകാശ് ദീപ് ഫിറ്റ് ആണെങ്കിൽ ആകാശ് ദീപ് ആവേശ് ഖാന് പകരം വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ അവരുടെ ടീമിൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ദിഗ്വേഷ് ഷൃതിയാണ്. ഒരു സൈഡിൽ രവി ബിഷ്ണോയ് എക്സ്പെൻസീവ് ആയപ്പോൾ കഴിഞ്ഞ കളി ഒരുവിധമെങ്കിലും എതിരാളികളെ ഒന്ന് പിടിച്ചു നിർത്തിയത് ദിഗ്വേഷ് ഷൃതിയാണ്. അപ്പോൾ ആ നോട്ട്ബുക്ക് സെലിബ്രേഷൻ ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ബിഷ്ണോയും കൂടെ ഫോമിൽ വന്നു കഴിഞ്ഞാൽ ദിഗ്വേഷും ഉണ്ട്. അപ്പം നമ്മുടെ മുംബൈ ഇന്ത്യൻസിനെ ഒരു മിഡിൽ ഓവേഴ്സിൽ റെസ്ട്രിക്ട് ചെയ്യാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു സ്ലോ പിച്ചാണ് അവർ ഒരുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു സ്ട്രാറ്റജി തിരിച്ചടിക്കാനും സാധ്യതയുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് അവിടെ മുംബൈ ഇന്ത്യൻസിന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മിച്ച് സാൻഡർ ഉണ്ട്, പിന്നീട് നമ്മുടെ വിഘ്നേഷ് പുത്തൂർ ഉണ്ട്. അപ്പം പിന്നെ വേണമെങ്കിൽ അവർ നല്ല സ്പിൻ പിച്ചാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മുജീബിനെ ഇറക്കും. ഇല്ലെങ്കിൽ തന്നെ വിൽ ജാക്സും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ടൈം ഓഫ് സ്പിന്നറാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ ഫുൾ ഓൺ സ്പിൻ അറ്റാക്ക് പ്രതീക്ഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പിന്നേഴ്സ് അവിടെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് സാനറിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ബിഷ്ണോയ് ഫോം ഔട്ട് ആണ്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ വിഘ്നേഷ് പുത്തൂർ ന്യൂ ആണെങ്കിൽ കൂടി അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് ആണ് വരുന്നത്. അപ്പോൾ മിച്ചൽ സാനറിൻ്റെ എക്സ്പീരിയൻസ് കൂടെ ആകുമ്പോൾ അത് ചിലപ്പം തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നമുക്ക് കാത്തിരുന്ന് കാണണം. അപ്പോൾ അതാണ് എനിക്ക് അവരുടെ ടീം കോമ്പിനേഷനെ കുറിച്ചും പിച്ചിനെ കുറിച്ചും പറയാനുള്ളത്. പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ, ഇതിൽ രണ്ടുപേരുടെ പേരുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഋഷഭ് പന്തും രോഹിത് ശർമ്മയും. ഇപ്പോൾ രോഹിത് ശർമ്മയുടെ കാര്യം പറഞ്ഞാൽ മിക്കവാറും നമ്മൾ ട്രോൾ ചെയ്യാറുണ്ട്. അതായത് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കും, പക്ഷേ IPL വരുമ്പോൾ ആ ആത്മാർത്ഥത കാണില്ല എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയാറുണ്ട്. അപ്പം കണക്കുകൾ നോക്കിയാൽ അത് ശരിയാണ്. പുള്ളി ഇന്ത്യൻ ടീമിന് എടുക്കുന്ന പെർഫോമൻസ് IPL അങ്ങനെ എടുക്കാറില്ല. അപ്പം രോഹിത് ശർമ്മ എങ്ങനെ ആ ഒരു ബാഡ് ഫോം, ആ ഒരു ബാഡ് പാച്ചിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ ഋഷഭ് പന്തിന്റെ കാര്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ടഫ് സിറ്റുവേഷൻ ആണ്. കാരണം 27 കോടി
ആണ്, അതായത് IPL മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ആണ്, ക്യാപ്റ്റൻ ആണ്. പുള്ളിയിൽ നിന്ന് ആ ഒരു ഉത്തരവാദിത്തം ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് അത് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി എങ്ങനെ ഈ ഒരു ബാഡ് പാച്ചിനെ കൗണ്ടർ ചെയ്യുമെന്നും ഞാൻ ഉറ്റുനോക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ രവി ബിഷ്ണോയി അവരെ റീറ്റെയിൻ ചെയ്ത സ്പിന്നറാണ്, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രവി ബിഷ്ണോയി എങ്ങനെയാണ് ഇത് ടാക്കിൾ ചെയ്യുന്നത്? അതുപോലെ ഞാൻ കാത്തിരിക്കുന്ന മറ്റൊരു പോരാട്ടമാണ്, പക്ഷെ അത് ഡയറക്റ്റ് വരുമോ എന്നറിയില്ല. നിക്കോളാസ് പുറാൻ വേഴ്സസ് മിച്ച് സാൻഡർ. നമുക്കറിയാം ഇപ്പോൾ മാച്ചപ്പ് പറയുമ്പോൾ ഈ ലെഫ്റ്റ് ആം ബാറ്റേഴ്സിനെതിരെ ഇങ്ങനെ ലെഫ്റ്റ് ആം ഓർത്തഡോക്സ്, അതായത് ലെഫ്റ്റ് ആം ഓസ്റ്റിനെയാണ് ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബോളേഴ്സ് ഇപ്പോൾ ഒഴിവാക്കാറാണ് പതിവ്. ഇപ്പോൾ മാച്ചപ്പ് നോക്കുമ്പോൾ അത് നിക്കോളാസ് പുറാൻ അനുകൂലമായിട്ടുള്ളൊരു മാച്ചപ്പാണ്. പക്ഷേ മുംബൈ ഇന്ത്യൻസിലെ പ്രീമിയം സ്പിന്നർ മിച്ച് സാൻഡറുമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ഒരു ഗാംബിൾ എടുക്കുമോ എന്ന് ഞാൻ നോക്കി കാണുന്നുണ്ട്. കാരണം 6 സിറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ 2024 ശേഷം ഏറ്റവും കൂടുതൽ 6 T20 കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ 6 അടിച്ചിരിക്കുന്നത് നിക്കോളാസ് പുറാനാണ്. അപ്പം നമ്മുടെ സെക്കൻഡ് വരുന്ന ഹെൻറിച്ച് ക്ലാസൻ പോലും എന്തോ 80 6 പറയലാണ്. ഇപ്പോൾ ഈ സീസണിലായാലും ആദ്യത്തെ 2 മത്സരങ്ങളിലും നമ്മൾ ആ 6 സിറ്റിംഗ് എബിലിറ്റി കണ്ടതാണ്. അപ്പോൾ ആ ഒരു ബാറ്റിലും എങ്ങനെ വരുമെന്ന് അറിയാനായിട്ട് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്നത്തെ മത്സരത്തിൽ ഈ സീസണിലെ 2ാമത്തെ വിജയം സ്വന്തമാക്കുന്നത് ആരായിരിക്കും? മുംബൈ ഇന്ത്യൻസ് ആയിരിക്കുമോ, അതോ ലക്നൗ സൂപ്പർ ജയൻസോ? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.